എന്തൊക്കെയുണ്ട് ലംബുവായി? ആളാകെ മാറിപ്പോയല്ലോ. എപ്പോഴും നിങ്ങൾ ഇവിടെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. എടാ ചെറുക്ക, ഒരു പാമ്പതിൻ്റെ പടം പൊഴിച്ചു എന്ന് വിചാരിച്ചിട്ട് വിഷത്തിൻ്റെ വീര്യം കുറയുമെന്ന് കരുതണ്ട നീ. എൻ്റെ ഭായ്, നല്ല ഉദാഹരണം നിങ്ങൾ പറഞ്ഞത്. 1000 വേറെ 500 മാത്രടാ. എന്തഞ്ഞൂറ്? എന്താ നിങ്ങളീ പറയുന്നത്? അത് ആദ്യം 500 രൂപ എടുക്ക്, എന്നിട്ട് ചോദിച്ചതിന് ഉത്തരം പറയാം. എന്താ ലംബുവായി, ഫീസൊക്കെ കൂട്ടിയല്ലോ നിങ്ങൾ. ആ പറ, നിനക്ക് എന്താ അറിയേണ്ടത്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബൽക്കർ സിംഗിൻ്റെ കൊലപാതകത്തെക്കുറിച്ചാ. ആരാ കൊന്നത്? ബൽക്കറോ? ആ കഴുതപ്പുലിയോ? അതെ അതെ, ആ ബൽക്കർ സിംഗ് തന്നെയാ. ആ പേരിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും അറിയോ? രാവണ്ണ ആരാ കൊന്നത്? രാമനല്ലേ കൊന്നത്, അതെല്ലാവർക്കും അറിയാലോ. അല്ല, അത് തെറ്റാ. രാമനൊന്നുമല്ല കൊന്നത്. അവനെ കൊന്നത് സീതയാ, സീതാദേവി. എന്താ നീ പറയുന്നത്? രാവിലെ തന്നെ അടിച്ച് ഫിറ്റാണല്ലേ, അതോ അടിച്ച് ഇതുവരെ ഇറങ്ങിയില്ലേ? ദേ നോക്കി ചേർക്ക, നീ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മര്യാദയ്ക്കുള്ള ഉത്തരം പറഞ്ഞു തന്നില്ലേ? നിനക്ക് മനസ്സിലാവാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ നീ ഇവിടുന്ന് എഴുന്നേറ്റ് പൊക്കോ പോ. രാമനൊന്നല്ല കൊന്നത്, സീതയുടെ കൈയുണ്ടാകത്ത്. മനസ്സിലായില്ലെങ്കിലേ നന്നായിട്ടിരുന്ന് ആലോചിച്ച് നോക്ക്. വെറുതെ ഓരോന്ന് പറയലേ ബായ്. രാവിലെ തന്നെ എൻ്റെ 500 പോയി. ഒരു കാര്യമില്ല, എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിനക്കൊരു കാര്യം ഇഷ്ടമില്ലെന്ന് വെച്ചാ അതെടുത്ത് കളഞ്ഞിട്ട് പോയേക്കണം. എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ചെയ്യും. ഈ ജനങ്ങള് മൊത്തം ഒരു മായാലോകത്തിൽപ്പെട്ട് തെറ്റായ ജീവിതം ജീവിക്കാനാ ശ്രമിച്ചോണ്ടിരിക്കുന്നേ. മണ്ടന്മാര്. എല്ലാ പ്രശ്നവും നിന്റെ കൺമുമ്പിൽ തന്നെ ഇല്ലേ? അത് കാണാൻ ശ്രമിച്ചില്ലെങ്കിൽ സത്യം നിനക്ക് മനസ്സിലാവൂല.